വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയയുടെ രക്തസാക്ഷിത്വത്തിന് ഇന്നേക്ക് 31 വയസ്സ്. ലോകത്തിനു മുൻപിൽ ക്രിസ്തുവിന്റെ സ്നേഹം പകർന്നു നൽകി ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറി ഒടുവിൽ മിഷൻ മേഖലയിൽ വെച്ച് ജീവൻ വെടിയേണ്ടി വന്ന ക്രിസ്തുവിന്റെ രക്തസാക്ഷിയായ ഭാരതസഭയിലെ തന്നെ ആദ്യ വനിതാ രക്തസാക്ഷി കൂടിയാണ്. ദൈവകാരുണ്യത്തിന്റെ കനിവ് കണ്ണുകളിൽ നിറച്ച, ഈശോയോടുള്ള ദിവ്യ സ്നേഹത്തിന്റെ കനൽ കരളിൽ സൂക്ഷിച്ച, പരിശുദ്ധാത്മാവിന്റെ തീക്ഷ്ണത കാലുകളിൽ അഗ്നിച്ചിറകായി ആവാഹിച്ച സിസ്റ്റർ റാണി മരിയ മഴയായും വെയിലായും എല്ലാ ദിവസവും മിഷൻ മേഖലയിലെ ഗ്രാമങ്ങളിലേക്ക് സ്നേഹദൂതുമായി ഇറങ്ങിച്ചെല്ലുമായിരുന്നു. അവൾ ധൈര്യശാലിയായിരുന്നതിനാൽ ഒരു ഭീഷണികൾക്കും പാവപ്പെട്ടവരെ സഹായിക്കുന്നതിൽ നിന്ന് സിസ്റ്ററെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല. സിസ്റ്റർ റാണി മരിയയുടെ സ്നേഹ ശുശ്രൂഷയ്ക്ക് കൊടുക്കേണ്ടി വന്ന വില സ്വന്തം ജീവനായിരുന്നു. 1995 ഫെബ്രുവരി മാസത്തിലെ ഒരു ശനിയാഴ്ച അവൾ സ്വർഗത്തിലേക്ക് യാത്രയായി. എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് പുല്ലുവഴി വട്ടാലിൽ പൈലി ഏലീശ്വ ദമ്പതിമാരുടെ 7 മക്കളിൽ രണ്ടാമത്തെ പുത്രിയായി സിസ്റ്റർ റാണി മരിയ 1954 ജനുവരി 29 ഭൂജാതയായി. മേരിക്കുഞ്ഞിനെ കുറിച്ച് പറയുമ്പോൾ അമ്മ എലീഷയ്ക്ക് 100 നാവായിരുന്നു. മറ്റു കുട്ടികളിൽ നിന്ന് അവൾ ചെറുപ്പം മുതൽ വ്യത്യസ്തയും അസാധാരണമായ അനുസരണയും ചെറുപ്പം മുതലേ പ്രദർശിപ്പിച്ചിരുന്നു. 1971 ജൂലൈ മാസം 3-ാം തീയതി കിടങ്ങൂരിലെ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് മഠത്തിൽ പ്രവേശിച്ചു. 1974 മെയ് 1 മേരിക്കുഞ്ഞ് അങ്കമാലി പള്ളിയിൽ വെച്ച് മാർ സെബാസ്റ്റ്യൻ മങ്കുഴിക്കരി പിതാവിൽ നിന്നും സഭാവസ്ത്രം സ്വീകരിച്ച് പ്രഥമ വ്രതവാഗ്ദാനം നടത്തി. ആ സുദിനത്തിൽ മേരിക്കുഞ്ഞ് റാണി മരിയ എന്ന നാമം സ്വീകരിച്ച് ഈശോയുടെ സ്വന്തമായി മാറി. 1980 മെയ് 22 അങ്കമാലി സെന്റ് ഹോർമിസ് പള്ളിയിൽ വെച്ചാണ് സിസ്റ്റർ റാണി മരിയ തന്റെ നിത്യവ്രതാനുഷ്ഠാനം നടത്തിയത്. 1983 ജൂലൈ 21 ഒടഗാടിയിലേക്ക് സ്ഥലം മാറ്റമായി. ജൂലൈ 25 അവിടെ എത്തി സാമൂഹിക പ്രവർത്തനങ്ങളുടെ കോർഡിനേറ്ററായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. ബിജുനോറിൽ പാവപ്പെട്ടവരുടെയും അധസ്ഥിതരുടെയും ഉന്നമനത്തിനായി പ്രവർത്തിച്ചതുപോലെ ഒടഗാടിയയിലും അവൾ തന്റെ പ്രവർത്തനം തുടർന്നു. സിസ്റ്റർ റാണിയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഫലമായി ഉദയനഗറിലെ ചതുപ്പുനിലങ്ങൾ കൃഷിഭൂമികളായി രൂപാന്തരം പ്രാപിച്ചു. പുരുഷന്മാർ ചെറുകിട കച്ചവടത്തിൽ ഏർപ്പെട്ടു. ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാൻ കഴിവുള്ളവർക്ക് അവസരങ്ങൾ ലഭിച്ചു. ജന്മിമാരിൽ നിന്ന് കടം വാങ്ങി കൃഷി ചെയ്തിരുന്ന കർഷകരെ സ്വന്തം കാലിൽ നിൽക്കാൻ സഹായിച്ചതോടെ സിസ്റ്റർ റാണി മരിയ ജന്മിമാരുടെ നോട്ടപ്പുള്ളിയായി മാറി. 1995 ഫെബ്രുവരി 25 സിസ്റ്റർ റാണി മരിയ യാത്ര ചെയ്തിരുന്ന ബസ്സിലുണ്ടായിരുന്ന സഹയാത്രികനായിരുന്ന സമന്തർ സിംഗ് എന്ന വ്യക്തി സിസ്റ്ററെ കത്തികൊണ്ട് ആഞ്ഞുകുത്തി. യേശുവേ എന്ന് ഉറക്കെ കരഞ്ഞ സിസ്റ്റർ റാണി മരിയയെ 54 തവണയാണ് അക്രമി കുത്തി പരിക്കേൽപ്പിച്ചത്. പ്രതിഫലേച്ച കൂടാതെ പാവപ്പെട്ടവർക്കായി ജീവിതം സമർപ്പിച്ച സിസ്റ്റർ റാണി മരിയ ഈശോ എന്ന നാമം ഉരുവിട്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് യാത്രയായി. ജയിലിൽ അടയ്ക്കപ്പെട്ട സമന്തർ സിംഗ് പിന്നീട് മാനസാന്തരപ്പെടുകയും സിസ്റ്റർ റാണി മരിയയുടെ കുടുംബം സമന്തർ സിംഗിനോട് ക്ഷമിക്കുകയും ചെയ്തു. 2003 സെപ്റ്റംബർ 26 ദേവദാസി എന്ന പദവി സിസ്റ്റർ റാണി മരിയയ്ക്ക് നൽകുകയും നാമകരണ പ്രക്രിയ ആരംഭിക്കുകയും ചെയ്തു. 2017 മാർച്ച് 23 ദിവംഗതനായ ഫ്രാൻസിസ് മാർപ്പാപ്പ സിസ്റ്റർ റാണി മരിയയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കാൻ അംഗീകാരം നൽകുകയും 2017 നവംബർ 4-ാം തീയതി ഇൻഡോറിൽ വെച്ച് കർദിനാൾ ആഞ്ചലോ അമാത്തോ സിസ്റ്റർ റാണി മരിയയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ചർച്ച് ഡെസ്ക്, ഷെഖേന ന്യൂസ്.